Hi children, welcome to science class. Today we are going to study new lesson, motion and time. Chapter name, motion and time. In 6th standard, you studied about different types of motions, namely straight line motion, circular motion and periodic motion. 6th standard, നിങ്ങൾ straight line motion, circular motion, periodic motion ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ആക്ടിവിറ്റി ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ടേബിൾ 13.1 gives some common examples of motions. കുറച്ച് മോഷൻസിന്റെ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് മോഷൻ ഇൻ ഈച്ച് കേസ്. ഓരോ കേസിലും വരുന്ന മോഷൻ ഏതാന്ന് ഇവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എക്സാമ്പിൾസ് ഓഫ് മോഷൻ. ഫസ്റ്റ് വൺ, സോൾജിയേഴ്സ് ഇൻ എ മാർച്ച് പാസ്റ്റ്. ഒരു മാർച്ച് പാസ്റ്റിലെ സോൾജിയേഴ്സിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ്? വിച്ച് ടൈപ്പ് ഓഫ് മോഷൻ? സ്ട്രെയിറ്റ് ലൈൻ മോഷൻ. സ്ട്രെയിറ്റ് ആയിട്ടാണ് അവർ പോകുന്നത്. നെക്സ്റ്റ്, ബുള്ളറ്റ് കാർട്ട് മൂവിങ് ഓൺ എ സ്ട്രെയിറ്റ് റോഡ്. ഒരു സ്ട്രെയിറ്റ് റോഡിലൂടെ പോകുന്ന ബുള്ളറ്റ് കാർട്ടിന്റെ മൂവ്മെന്റ്, ദാറ്റ് ഈസ് സ്ട്രെയിറ്റ് ലൈൻ മോഷൻ. തേർഡ് വൺ, ഹാൻഡ്സ് ഓഫ് ആൻ അത്ലറ്റ് ഇൻ എ റേസ്. ഒരു റേസിലെ ഒരു അത്ലറ്റിന്റെ ഹാൻഡിന്റെ മൂവ്മെന്റ് ഏത് ടൈപ്പ് മോഷൻ ആണ്? പീരിയോഡിക് മോഷൻ. ഹാൻഡ് ഇങ്ങനെ പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാല് അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ഷൻ ആണ്. ആ ടൈപ്പ് മോഷന് പറയുന്ന പേരാണ് പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. ഹാൻഡ് എങ്ങനെയാണ്? മുന്നോട്ട് പുറകോട്ട് മുന്നോട്ട് പുറകോട്ട് എന്നാണ് മൂവ് ചെയ്യുന്നത്. ഇപ്പൊ പീരിയോഡിക് മോഷൻ. ആൻഡ് ഫോർത്ത് വൺ, പെഡൽ ഓഫ് എ ബൈസിക്കിൾ ഇൻ മോഷൻ. ഒരു ബൈസിക്കിളിന്റെ പെഡലിന്റെ മോഷൻ സർക്കുലർ മോഷൻ. നെക്സ്റ്റ്, മോഷൻ ഓഫ് ദ എർത്ത് അറൌണ്ട് ദ സൺ. സണ്ണിന് ചുറ്റും എർത്തിന്റെ മോഷൻ സർക്കുലർ മോഷൻ. സർക്കുലറിലാണ് മൂവ് ചെയ്യുന്നത്. നെക്സ്റ്റ്, മോഷൻ ഓഫ് എ സ്വിംഗ്. ഒരു സ്വിങ്ങിന്റെ മോഷൻ എങ്ങനെയാണ്? പീരിയോഡിക് മോഷൻ ആണ്. അത് എങ്ങനെയാണ്? പീരിയോഡിക് എന്ന് പറഞ്ഞാൽ മുന്നോട്ടേക്ക് വന്നോ പുറകോട്ടേക്ക്, അതായത് ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി അവിടേക്ക് തന്നെ എത്തി, ആ ടൈപ്പ് മോഷൻ ആണ് പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മോഷൻ ഓഫ് എ പെൻഡുലം, ദാറ്റ് ഇസ് ഓൾസോ പീരിയോഡിക് മോഷൻ. ഓക്കെ. നെക്സ്റ്റ്, സ്ലോ ഓർ ഫാസ്റ്റ്. സ്ലോ, ഫാസ്റ്റ്. ഒരു ആക്ടിവിറ്റി ഇവിടെ പറയുന്നുണ്ട്. ലുക്ക് അറ്റ് ഫിഗർ 13.1. ഇറ്റ് ഷോസ് ദ പൊസിഷൻ ഓഫ് സം വെഹിക്കിൾസ് മൂവിംഗ് ഓൺ എ റോഡ് ഇൻ ദ സെയിം ഡിറക്ഷൻ അറ്റ് സം ഡിസ്റ്റൻസ് അറ്റ് സം ഇൻസ്റ്റൻസ് ഓഫ് ടൈം. Now look at figure 13.2. It shows the position of same vehicles after some time. From your observation of two figures, answer the following questions. ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഫിഗർ എന്താണ്? വെഹിക്കിൾസ് മൂവിങ് ഇൻ ദ സെയിം ഡിറക്ഷൻ ഓൺ എ റോഡ്. ഒരു റോഡിലൂടെ മൂവ് ചെയ്യുന്ന വെഹിക്കിൾസിന്റെ പിക്ചർ ആണ്. നെക്സ്റ്റ് എന്താണ്? പൊസിഷൻ ഓഫ് വെഹിക്കിൾസ് ഷോൺ ഇൻ ഫിഗർ 13.1 ആഫ്റ്റർ സം ടൈം. കുറച്ച് സമയത്തിന് ശേഷം ആ സെയിം റോഡിലൂടെ പോകുന്ന വെഹിക്കിൾസിന്റെ പ്ലേസ് എവിടെയാ, പൊസിഷൻ എവിടെയാന്നുള്ളതാണ് നെക്സ്റ്റ് പിക്ചറിൽ വന്നിട്ടുള്ളത്. വിച്ച് വെഹിക്കിൾ ഈസ് മൂവിങ് ദ ഫാസ്റ്റസ്റ്റ് ഓഫ് which one of them is moving the slowest of all? അതിൽ ഏറ്റവും ഫാസ്റ്റിൽ പോയ വെഹിക്കിൾ ഏതാണ്, സ്ലോയിൽ പോയ വെഹിക്കിൾ ഏതാണ്, നമുക്ക് അങ്ങനെ നോക്കിയാൽ മനസ്സിലാവില്ല. The distance moved by objects in a given interval of time can help us to decide which one is faster or slower. ഇപ്പൊ നമുക്ക് ഒരു ടൈം കൊടുത്തിട്ട് ഇത്ര ടൈമിനുള്ളിൽ ഇത്ര ഡിസ്റ്റൻസിൽ വെഹിക്കിൾ കവർ ഏത് വെഹിക്കിൾ ആണോ കവർ ചെയ്യുന്നത് അങ്ങനെ നോക്കിയിട്ട് ഫസ്റ്റ് ആ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന ഇത്ര ടൈമിനുള്ളിൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന വെഹിക്കിൾ ഫാസ്റ്റസ്റ്റ് വെഹിക്കിളും ഏറ്റവും ലാസ്റ്റ് കവർ ചെയ്യുന്നത് സ്ലോവസ്റ്റ് വെഹിക്കിളും അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇമാജിൻ ദാറ്റ് യു ഹാവ് ഗോൺ ടു സീ ഓഫ് യുവർ ഫ്രണ്ട് അറ്റ് ദ ബസ് സ്റ്റാൻഡ്. സപ്പോസ് യു സ്റ്റാർട്ട് pedaling your bicycle at the same time as the bus begins to move. The distance covered by you after 5 minutes would be much smaller than that covered by the bus. Would you say that the bus is moving faster than the bicycle? അപ്പൊ നമ്മൾ എന്താണ്, നമുക്കൊരു ടൈം തന്നിട്ടുണ്ടെങ്കിൽ ഒരു ഇത്ര ടൈമിനുള്ളിൽ ഇത്ര കവർ ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതിന്റെ സ്പീഡ് നമുക്ക് പറയാൻ പറ്റും. We often say that the faster vehicle has higher speed. ഫാസ്റ്റർ വെഹിക്കിൾ എന്ന് പറയുമ്പോൾ അതിന്റെ സ്പീഡ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇൻ 100 meter റേസ് ഇറ്റ് ഈസ് ഈസി ടു ഡിസൈഡ് ഹൂസ് സ്പീഡ് ഈസ് ഹയസ്റ്റ്. ഒരു റേസ് 100 meter റേസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും ഏത് വെഹിക്കിളിന്റെ സ്പീഡാണ് ഹയസ്റ്റ് എന്ന് പറയുന്നത്.
One who takes shortest time to cover the distance of 100 meter has the highest speed. ഏത് വെഹിക്കിൾ ആണോ ഷോർട്ടസ്റ്റ് ടൈമിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ 100 മീറ്റർ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത് ദാറ്റ് ഹാസ് ദ ഹയസ്റ്റ് സ്പീഡ്. അതിനായിരിക്കും ഹയസ്റ്റ് സ്പീഡ് ഉണ്ടായിരിക്കാം. ഓക്കെ. Next is speed. What is speed? The distance covered by an object in a unit time as the speed of the object. What is speed? Distance covered by an object in a unit time is the speed of the object. ഒരു യൂണിറ്റ് ടൈമിൽ നമ്മളിപ്പോ പറഞ്ഞ സെയിം കാര്യം തന്നെ ഒരു യൂണിറ്റ് ടൈമിൽ ഒരു ഒബ്ജക്റ്റ് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്? ആ ഒബ്ജക്റ്റിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. When we say that a car is moving with a speed of 50 kilometers per hour. ഒരു കാറ് മൂവ് ചെയ്യുന്ന സ്പീഡ് എത്രയാണ്? ഹവറിൽ 50 കിലോമീറ്റേഴ്സ് മൂവ് ചെയ്യുന്ന സ്പീഡിലാണ് ഒരു കാർ മൂവ് ചെയ്യുന്നത്. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ഇറ്റ് വിൽ കവർ എ ഡിസ്റ്റൻസ് ഓഫ് 50 കിലോമീറ്റേഴ്സ് ഇൻ 1 ഹവർ. അപ്പൊ നമ്മളെ കാർ ഈസ് മൂവിങ് വിത്ത് സ്പീഡ് ഓഫ് 50 കിലോമീറ്റർ പെർ ഹവർ. 50 ഇപ്പൊ നമുക്ക് ബസ്സിന്റെ ബാക്കിലൊക്കെ കാണാറുണ്ട് 35 km/h എന്നൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ എന്താ? 35 കിലോമീറ്റർ പെർ ഹവർ. 1 ഹവറിൽ ആ ബസ്സിന്റെ സ്പീഡാണ് 35 കിലോമീറ്റർ എന്ന് പറയുന്നത്. അതേപോലെ 50 കിലോമീറ്റേഴ്സ് പെർ ഹവർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇറ്റ് വിൽ കവർ എ ഡിസ്റ്റൻസ് ഓഫ് 50 കിലോമീറ്റേഴ്സ് ഇൻ 1 ഹവർ. ഒരു ഹവറിൽ 50 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ് ആ വെഹിക്കിൾ കവർ ചെയ്യും. ഓക്കെ. Speed. We shall use the term speed for average speed. So for us, speed is the total distance covered divided by the total time taken. So speed എന്ന് പറയുന്നത് എന്താണ്? സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് speed is equal to total distance covered by total time taken. ആകെ സഞ്ചരിച്ച ദൂരം ബൈ ആകെ സമയം, ആകെ ആ ഡിസ്റ്റൻസ് കവർ ചെയ്യാനെടുത്ത ടൈം. സ്പീഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ഓക്കെ. നെക്സ്റ്റ് 2 ടൈപ്പ് സ്പീഡ് ഉണ്ട്. യൂണിഫോം സ്പീഡും നോൺ യൂണിഫോം മോഷൻ. സ്പീഡ് 2 ടൈപ്സ് മോഷൻ പറയുന്നുണ്ട്. യൂണിഫോം മോഷനും നോൺ യൂണിഫോം മോഷനും. ഓക്കെ. In everyday life, we seldom find objects moving with a constant speed over long distances or for long duration of time. If the speed of an object moving along a straight line keeps changing, its motion is said to be non-uniform. On the other hand, an object moving along a straight line with a constant speed is said to be uniform motion. But 2 type motion ഉണ്ട്. യൂണിഫോം മോഷനും നോൺ യൂണിഫോം മോഷനും. നോൺ യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാല് ഒരു സ്ട്രെയിറ്റ് ലൈൻ മൂവ് ചെയ്യാണ്. ഒരു ഒബ്ജക്റ്റ് ഒരു എന്താണ് ഒരു സ്പീഡ്, ഒരു ഒബ്ജക്റ്റിന്റെ സ്പീഡ് ഒരു എന്തെങ്കിലും ഒരു സ്ഥലത്തിലൂടെ ഒരു ഒബ്ജക്റ്റ്, ഒരു കാർ ഒരു റോഡിലൂടെ പോവുകയാണ്. അപ്പൊ അതിന്റെ സ്പീഡ് കുറച്ച് സ്ഥലത്തുന്ന സമയത്ത് നല്ല സ്പീഡിൽ പോകും, ചില സ്ഥലത്ത് എത്തുന്ന സമയത്ത് സ്പീഡ് കുറഞ്ഞു, സ്പീഡ് കൂടി, സ്പീഡ് കുറഞ്ഞു. അങ്ങനത്തെ അതിന്റെ സ്പീഡിൽ അല്ലെങ്കിൽ അതിന്റെ മോഷനിൽ ചേഞ്ച് വന്നിട്ടുണ്ട്, കോൺസ്റ്റന്റ് അല്ല. ആ ടൈപ്പ് മോഷന് പറയുന്ന പേരാണ് നോൺ യൂണിഫോം മോഷൻ. On the other hand, an object moving along a straight line with a constant speed is said to be uniform motion. ഒരു സ്ട്രേറ്റ് ലൈനിലൂടെ ഒരു ഒബ്ജക്ട് മൂവ് ചെയ്യണം ഒരേ സ്പീഡിൽ. ഇപ്പൊ 50 കിലോമീറ്റർ പെർ ഹവർ ആണെങ്കിൽ 50 കിലോമീറ്റർ പെർ ഹവർ എന്ന സ്പീഡ് തന്നെ പോവുകയാണെങ്കിൽ അത് യൂണിഫോം മോഷൻ. അല്ലാണ്ട് ഒരു സ്ഥലത്ത് നിന്ന് 50 കിലോമീറ്റർ വേറൊരു സ്ഥലത്ത് 30 കിലോമീറ്റർ ആ ഒരു വേരിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് നോൺ യൂണിഫോം മോഷൻ. ഓക്കെ. നെക്സ്റ്റ്, മെഷർമെന്റ് ഓഫ് ടൈം. If you did not have a clock, how would you decide what time of the day it is? നമുക്ക് നമ്മുടെ കയ്യിൽ ക്ലോക്ക് ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാ ആ ദിവസത്തെ ടൈം അറിയാം? Have you ever wondered how elders could tell the approximate time of the day by just looking at shadows? അപ്പൊ നമ്മുടെ ആദ്യമുള്ള ആൾക്കാർ ക്ലോക്ക് ഇല്ലാതെ അവരെന്ത് ഷാഡോ നോക്കിയിട്ടാണ് അവർ ടൈം പറയാ. Our ancestors noticed that many events in nature repeat themselves after definite intervals of time. നമ്മളുടെ ancestors, പുരാതന പണ്ട് കാലത്തെ ആൾക്കാര് അവരെന്ത് നോട്ട് ചെയ്തു? ചില ആക്ടിവിറ്റി, നേച്ചറിലുള്ള ചില ആക്ടിവിറ്റി ഒരു പീരീഡ് കഴിയുന്ന സമയത്ത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ഇന്റർവൽ ഓഫ് ടൈം കഴിയുന്ന സമയത്ത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് അവര് നോട്ട് ചെയ്തു. ഫോർ എക്സാമ്പിൾ, they found that sun rises every day in the morning. സൺ റൈസ് ചെയ്യുന്നുണ്ട് എപ്പം? എല്ലാ ദിവസവും മോർണിംഗില്
എന്താണ് സൺറൈസസ്. ദ ടൈം ബിറ്റ്വീൻ വൺ സൺറൈസ് ആൻഡ് ദ നെക്സ്റ്റ് വാസ് കോൾഡ് എ ഡേ. അപ്പൊ അവർ കണ്ടെത്തി ഒരു സൺറൈസും നെക്സ്റ്റ് വരെയുള്ള ഡേ, അതിന്റെ ഇടയിലുള്ള ടൈം ആണ് ഒരു ഡേ എന്ന് പറയുന്നത്. ഒരു സൺറൈസ് തൊട്ടിട്ട് നെക്സ്റ്റ് സൺറൈസ് വരെയുള്ള ടൈമിനെ അവർ ഒരു ഡേ ആക്കി കണക്കൂട്ടി. സിമിലർലി എ മന്ത് വാസ് മെഷേർഡ് ഫ്രം വൺ ന്യൂ മൂൺ ടു ദ നെക്സ്റ്റ്. അവർ മന്ത് എങ്ങനെയാ കണക്കൂട്ടിയത്? ഒരു ന്യൂ മൂൺ, ഒരു ഫുൾ ന്യൂ മൂൺ തൊട്ടിട്ട് നെക്സ്റ്റ് ഫുൾ മൂൺ വരെയുള്ളത് ഒരു മന്ത് ആയിട്ട് അവർ കണക്കൂട്ടി. എ ഇയർ വാസ് ഫിക്സ്ഡ് ആസ് ദ ടൈം ടേക്കൺ ബൈ ദ എർത്ത് ടു കംപ്ലീറ്റ് വൺ റെവല്യൂഷൻ ഓഫ് ദ സൺ. ഒരു ഇയർ എന്ന് പറയുന്നത് സണ്ണിനെ ഒരു കംപ്ലീറ്റ് സണ്ണിനെ ചുറ്റാൻ ഏർത്തിന് സണ്ണിന് ചുറ്റും ഒരു റെവല്യൂഷൻ പൂർത്തിയാക്കുന്ന ടൈമാണ് ഒരു ഇയർ എന്ന് പറയുന്നത്. എ ഇയർ വാസ് ഫിക്സ്ഡ് ആസ് ടൈം ടേക്കൺ ബൈ എർത്ത് ടു കംപ്ലീറ്റ് വൺ റെവല്യൂഷൻ ഓഫ് ദ സൺ. ഓക്കെ. Clocks or watches are perhaps most common time measuring devices. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ക്ലോക്ക് വാച്ച് ഒക്കെ ഉണ്ട് എന്തിനാ? ടൈം മെഷറിംഗ്. ഹാവ് യു എവർ വണ്ടർഡ് ഹൗ ക്ലോക്സ് ആൻഡ് വാച്ചസ് മെഷർ ടൈം? The working of clock is rather complex, but all of them make use of some periodic motion. ഇപ്പൊ ക്ലോക്കിന്റെ അകത്തൊക്കെ നമുക്കറിയാം, ക്ലോക്കിന്റെ പെൻഡുലം എന്ന് പറയുന്നത് പീരിയോഡിക് മോഷൻ ആണ്. One of the most well-known periodic motion is that of simple pendulum. സിമ്പിൾ പെൻഡുലം പീരിയോഡിക് മോഷൻ ആണ് ഇപ്പൊ ക്ലോക്കിലുള്ളത്. അതുപോലെ പീരിയോഡിക് മോഷൻ കാണിക്കുന്ന ഒരു മോസ്റ്റ് വെൽ നോൺ എക്സാമ്പിൾ ആണ് സിമ്പിൾ പെൻഡുലം. സിമ്പിൾ പെൻഡുലം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോമൺ ക്ലോക്സ് ആണത്. വാൾ ക്ലോക്ക്, ടേബിൾ ക്ലോക്ക്, ഡിജിറ്റൽ ക്ലോക്ക്. നമുക്ക് ഫെമിലിയർ ആണ്. വാൾ ക്ലോക്ക്, ടേബിൾ ക്ലോക്ക് ആൻഡ് ഡിജിറ്റൽ ക്ലോക്ക്. ഓക്കെ. പീരിയോഡിക് മോഷൻ എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ള സിമ്പിൾ പെൻഡുലം. ദിസ് ഇസ് സിമ്പിൾ പെൻഡുലം. A simple pendulum consists of a small metallic ball or a piece of stone suspended from rigid stand by a thread. ഒരു ത്രെഡിൽ ഒരു മെറ്റാലിക് ബോൾ ഹാങ് ചെയ്തിട്ടുണ്ട്, സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതാണ് സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്. ദ മെറ്റാലിക് ബോൾ ഇസ് കോൾഡ് ദ ബോബ് ഓഫ് ദ പെൻഡുലം. ഈ മെറ്റാലിക് ബോളിനെ വിളിക്കുന്ന പേരാണ് ബോബ് എന്ന് പറയുന്നത്, പെൻഡുലത്തിന്റെ ബോബ്. Figure 13.4 shows that pendulum at rest in its mean position. പെൻഡുലം അനങ്ങാതെ നിൽക്കുന്ന ഈ ഒരു പൊസിഷനെയാണ് അതിന്റെ മീൻ പൊസിഷൻ എന്ന് പറയുന്നത്. When the bob of the pendulum is released after taking it slightly to one side. ഈ പെൻഡുലത്തിന് ഒന്ന് റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്താവും? ഫസ്റ്റ് ചെറുതായിട്ട് റിലീസ് ചെയ്താൽ അത് ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യും. ഇറ്റ് ബിഗിൻസ് ടു മൂവ് ടോ ആൻഡ് ഫ്രോ. അതായത് അതിന് മൂവ് ചെയ്യും. ഒന്ന് നമ്മള് ജസ്റ്റ് ഒന്ന് അതിനെ പിടിച്ചിട്ടൊന്ന് വിട്ടിട്ടുണ്ടെങ്കിൽ അത് ടോ ആൻഡ് ഫ്രോ മോഷൻ, മുന്നോട്ടേക്കും പുറകോട്ടേക്കും അത് മൂവ് ചെയ്യാൻ തുടങ്ങും. The to and fro motion of a simple pendulum is an example of a periodic or an oscillatory motion. അപ്പോ സിമ്പിൾ പെൻഡുലത്തിന്റെ ടോ ആൻഡ് ഫ്രോ മോഷൻ, മുന്നോട്ടേക്കും പുറകോട്ടേക്കുള്ള ഈ മോഷൻ എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? പീരിയോഡിക് മോഷൻ ഓർ ഓസിലേറ്ററി മോഷന് എക്സാമ്പിൾ ആണ്. Okay. The pendulum is said to have completed one oscillation when its bob starting from its mean position O moves to A to B and back to O. അതായത് ഇപ്പൊ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവുക എന്ന് പറയുന്നത് അത് സീറോ എന്നിപ്പോ എയിലെ ബാക്കോട്ടേക്ക് പോയി, അവിടുന്ന് വീണ്ടും ഓയിലെത്തി, അവിടുന്ന് വീണ്ടും ബിയിലേക്ക് പോയി, ബിന്ന് വീണ്ടും ഓയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്തു. Okay. The pendulum also complete one oscillation when its bob moves from one extreme position A to the other extreme position B and come back to A. ഒന്നുകിൽ ഇങ്ങനെ പുറകോട്ടേക്ക് പോയി ഈ ബി എന്നുള്ള പൊസിഷനിലേക്ക് എത്തി, വീണ്ടും എ എന്നുള്ള പൊസിഷനിലേക്ക് എത്തിയാൽ ബോബ് എന്തായി? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്തു. The time taken by the pendulum to complete one oscillation is called a time period. അപ്പൊ time period, what is time period? ഒരു പെൻഡുലം ഒരു ഓസിലേഷൻ, വൺ ഓസിലേഷൻ കംപ്ലീറ്റ് ആക്കാൻ എടുക്കുന്ന ടൈമിനെ പറയുന്ന പേരാണ് ടൈം പീരിയഡ്. ദ ടൈം ടേക്കൺ ബൈ ദ പെൻഡുലം ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ ഇസ് കോൾഡ് ടൈം പീരിയഡ്. ഓക്കെ. നെക്സ്റ്റ് അനദർ ആക്ടിവിറ്റി. ഒരു ആക്ടിവിറ്റിയാണ് ഇവിടെ പറയുന്നത്. സെറ്റപ്പ് സിമ്പിൾ പെൻഡുലം വാസ് ഷോൺ ഇൻ ഫിഗർ 13.4 with a thread or a string of length nearby 1 meter. ഇതിന്റെ ലെങ്ത് 1 മീറ്റർ ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. Switch off any fans nearby. Fan on ആണെങ്കിൽ ഓഫ് ചെയ്യാൻ. Let the bob of the pendulum come to rest at its mean position. ബോബിനെ ഇങ്ങനെ അനക്കാണ്ട് വെക്കണം, മീൻ പൊസിഷനിലാക്കി വെക്കണം. Mark the mean position of the bob on the floor below it or on the wall behind it. എന്നിട്ട് താഴെ ഈ മീൻ പൊസിഷനിൽ നിൽക്കുന്നത് മാർക്ക് ചെയ്ത് വെക്കണം ഫ്ലോറിൽ. To measure the
To measure time period of pendulum, we will need a stopwatch. But time അറിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? Stopwatch വേണം. However, if a stopwatch is not available, we can use clock or wristwatch. To set the pendulum in motion, gently hold the bob and move it slightly to one side. Make sure that the string attached to the bob is taut while you displace it. Now release the bob from its displaced position. Remember that the bob is not to be pushed when it is released. Note the time on the clock when the bob is at its mean position. Instead of mean position, you may note the time when the bob is at one end of its extreme position. അപ്പൊ ഈ ആക്ടിവിറ്റി പറയണത് ഇപ്പൊ ഇതിനെ സെറ്റ് ചെയ്ത് വെച്ചു. സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിനെ റിലീസ് ചെയ്തു. ഈ ബോബിനെ പിടിച്ചുകൊണ്ട് റിലീസ് ചെയ്തു. അപ്പൊ ഇതെന്താവാൻ തുടങ്ങി? ടോ ആൻഡ് ഫ്രോ മോഷൻ ആണ്. മുന്നോട്ടേക്കും പുറകോട്ടേക്കും പോവാൻ തുടങ്ങി. അപ്പൊ നമ്മളിങ്ങനെ ഒന്ന് മുന്നോട്ടേക്ക് പോയി അത് സെയിം പൊസിഷനിലേക്ക് എത്തുന്ന സമയത്താണ് 1 ഓസിലേഷൻ കംപ്ലീറ്റ് ആവുന്നത്. അങ്ങനെ ഇപ്പൊ ഒരു 20 ഓസിലേഷൻ ആയി വിചാരിക്കാം. 20 പ്രാവശ്യം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മൂവ് ചെയ്ത് ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി എയിൽ തുടങ്ങി ബിയിൽ പോയി എയിലേക്ക് തന്നെ എത്തിയ 1 ഓസിലേഷൻ, വീണ്ടും ബിയിലേക്ക് പോയി എയിലേക്ക് തന്നെ എത്തിയ സെക്കൻഡ് ഓസിലേഷൻ, വീണ്ടും ബിയിൽ പോയി എയിലേക്ക് എത്തിയ തേർഡ് ഓസിലേഷൻ. അങ്ങനെ ഒരു 20 ഓസിലേഷൻ വരെ നിങ്ങൾ കൗണ്ട് ചെയ്യുക. 20 ഓസിലേഷൻ എടുക്കുന്ന ടൈം എന്ത് ചെയ്യണം? ഇവിടെ എഴുതണം. അതാണ് ഇവിടെ വന്നിട്ടുള്ളത്, ഈ ആക്ടിവിറ്റിയിൽ വന്നിട്ടുള്ളത്. ലെങ്ത് ഓഫ് സ്ട്രിങ് എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ. ഈ ഓസിലേഷൻ 20 ഓസിലേഷൻ ആണ്. ടൈം ടേക്കൺ ഫോർ 20 ഓസിലേഷൻ ഇവിടെ തന്നിട്ടുള്ളത് 42 സെക്കൻഡ് എടുത്തു. ടൈം പീരീഡ് എന്ന് പറയുന്നത് 2.1 വന്നു. ഈ 2.1 എങ്ങനെയാ വന്നത്? 42 ഡിവൈഡഡ് ബൈ ടൈം. 42നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്ത 2.1. ഇപ്പൊ ഓസിലേഷൻ എടുക്കുന്ന സമയം 40 ആണെന്ന് വിചാരിക്കുക. 40, അപ്പൊ ഇവിടുത്തെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 40 ഡിവൈഡഡ് ബൈ 20. 40നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര വരും? 2 വന്നു. ഓക്കെ, ഇവിടെ 20 ഓസിലേഷൻ എടുക്കുന്ന സമയം 60 ആണെന്ന് വിചാരിക്കുക. 60 ഡിവൈഡഡ് ബൈ 20 ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ടൈം പീരീഡ് എത്ര കിട്ടി? 3 വന്നു. ഓക്കെ, അങ്ങനെയാണ് ടൈം പീരീഡ് വരുന്നത്. ഓസിലേഷൻ ഡിവൈഡഡ് ബൈ ടൈം. ഓസിലേഷൻ ഡിവൈഡഡ് ബൈ ടൈം ചെയ്താൽ എന്ത് കിട്ടി? ടൈം പീരീഡ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ്. Nowadays, most clocks or watches have an electric circuit with one or more cells. നമുക്കറിയാം വാച്ചസിലൊക്കെ എന്താണ് സെൽസ് യൂസ് ചെയ്യുന്നത്. ക്ലോക്സ് ആർ കോൾഡ് ക്വാർട്സ് ക്ലോക്ക്. അങ്ങനത്തെ ക്ലോക്കിനെ പറയുന്ന പേരാണ് ക്വാർട്സ് ക്ലോക്ക്. The time measured by quartz clock is much more accurate than that by the clocks available earlier. അതിലെ ടൈം എന്ന് പറയുന്നത് എന്താണ്? കറക്റ്റ് ആണ്, ആക്യുറേറ്റ് ആണ്, മോർ ആക്യുറേറ്റ് ആണ്. Next, units of time and speed. Basic unit of time is second. Time in the unit is second ആണ്. That is denoted by the letter S. Larger unit of time are minutes and hours. മിനിറ്റും ടൈമിന്റെ യൂണിറ്റ് ആണ്. മിനിറ്റിനെ MI എന്ന് റെപ്രസെന്റ് ചെയ്യും. ഹവേഴ്സ് ഉണ്ട്, ടൈമിന്റെ യൂണിറ്റ് ആണ് H എന്ന് റെപ്രസെന്റ് ചെയ്യും. Since the speed is distance by time, സ്പീഡ് കാണുന്ന ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. So the basic unit of speed is meter per second. അപ്പൊ സ്പീഡിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. വേറെ യൂണിറ്റ് ഏതാണ്? മീറ്റർ പെർ മിനിറ്റ് എന്നും റെപ്രസെന്റ് ചെയ്യാം, കിലോമീറ്റർ പെർ ഹവർ എന്നും റെപ്രസെന്റ് ചെയ്യാം. വലിയ വെഹിക്കിൾസിന്റെ, ബിഗ് വെഹിക്കിൾസിന്റെ ഒക്കെ സ്പീഡ് റെപ്രസെന്റ് ചെയ്യുന്നത് കിലോമീറ്റർ പെർ ഹവർ ആണ്. ഓക്കെ, the symbols of all units are written in singular. Symbols singular ആയിട്ടേ പറയുള്ളൂ. മീറ്റേഴ്സ്, സെക്കൻഡ്സ്, മിനിറ്റ്സ്, കിലോമീറ്റേഴ്സ്, ഹവേഴ്സ് എന്ന് റെപ്രസെന്റ് ചെയ്യില്ല. 50 കിലോമീറ്ററിനെ റെപ്രസെന്റ് ചെയ്യുള്ളൂ, നോട്ട് 50 കിലോമീറ്റേഴ്സ്. 80 സെന്റിമീറ്റർ എന്ന് റെപ്രസെന്റ് ചെയ്യും, നോട്ട് 8 സെന്റിമീറ്റേഴ്സ്. ഓക്കെ, ഓക്കെ ചിൽഡ്രൻ, study well. Thank you.